ഹലോ മക്കളെ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കിനും 4 മാർക്കിനും 3 മാർക്കിനും വേണ്ടി വന്നാൽ 2നും കണ്ടുകിട്ടാവുന്ന ചാപ്റ്ററാണ്. 4 മാർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത്. പാരലോഗ്രാമാണ്, സമാന്തരികമാണ്. 60 ഡിഗ്രി, 60 ഉണ്ട്, 10 ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ, ചോദ്യം ഒന്നും വായിക്കുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് ഓഫ് ദി പാരലോഗ്രാം. ഓക്കെ, താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം. ഇതിൻ്റെ അകലം എത്രയെന്ന് ചോദിച്ചു. സിമ്പിൾ അല്ലേ? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടിയില്ലല്ലോ. 90 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്, ഇവിടെ എന്തുണ്ടാവും 30 ഉണ്ട്. നമുക്കറിയാം 90-നെതിരെ 6 ആണെങ്കിൽ 60-നെതിരെ എന്തായിരിക്കും? 30-നെതിരെ 3, 60-നെതിരെ 3√3. ഈസിയാണ്, നമ്മൾ പഠിച്ചതാണല്ലോ ത്രികോണമിതി. 30, 60, 90 1:√3:2 ആണ്. 90-ൽ എന്ത് വന്നാലും അതിൻ്റെ പകുതി 30-ൽ, 60-ൽ 90-ൽ വന്നതിൻ്റെ √3 പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റിന് ഉത്തരം കിട്ടി 3√3. ബി ക്വസ്റ്റ്യൻ, സമാന്തരികത്തിന്റെ പരപ്പളവ്, ഏരിയ ഓഫ് ദി പാരലോഗ്രാം. പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കണം. സമാന്തരികത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കും. എന്താണ് സമാന്തരികത്തിന്റെ പരപ്പളവ് ഇക്വേഷൻ? ഏരിയ ഓഫ് ദി പാരലോഗ്രാം BH, ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസിൽ എന്തുണ്ടാ 10 ഉണ്ട് അല്ലേ? അപ്പൊ പാദം ഇൻറ്റു ഉയരം അറിയല്ലോ. പാദം ഇൻറ്റു ഉയരമാണ്. പാദത്തിൽ എന്തുണ്ട്? 10 ഉണ്ട്. ഇൻറ്റു ഉയരത്തിൽ എന്തുണ്ട്? 3√3 ആണ്. ഓക്കെ, അപ്പൊ 3 × 10 × 3 എന്ന് പറഞ്ഞാൽ 30. സോ 30√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ സമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏരിയ ഓഫ് ദി പാരലോഗ്രാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 30, 60, 90 പറഞ്ഞു വരുന്നത് 45, 90 1:2 മറന്നു പോയത്. ഇവിടെ 10 വന്നാൽ ഇതിലും 10, ഇതിൽ 10√2. 30, 60, 90 എന്നാണ് വന്നതെങ്കിൽ മറന്നു പോയത് 1, 2√3. ഇങ്ങനെ പഠിച്ചാൽ മതി. 90-ൽ 10 വന്നാൽ 30-ൽ അതിന് പകുതി 5, 60-ൽ 30-ൽ എന്താണ് വരുന്നത്? അതിൻ്റെ √3 ടൈംസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ഏരിയ ഓഫ് ദി പാരലോഗ്രാമും ഹൈറ്റും കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, 3 മാർക്കിനോ 4 മാർക്കിനോ നമുക്ക് ഈസി ആയിട്ട് കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഷോർട്ട് ക്വസ്റ്റ്യനുമായി കണ്ടുമുട്ടാം. താങ്ക് യു.